ഹിസ്ബുള്ളയും ഇസ്രയേൽ സേനയും തമ്മിലുള്ള അതിർത്തി കടന്നുള്ള വെടിവയ്പ്പിനും ഹിസ്ബുള്ളയെ ലക്ഷ്യമിട്ടുള്ള മാരകമായ വയർലെസ് ഉപകരണ സ്ഫോടനത്തിനും ശേഷം സ്ഥിതിഗതികൾ വഷളായതോടെ അടിയന്തര യോഗം ചേർന്ന് UN സുരക്ഷാ കൌൺസിൽ ഇസ്രയേലിനെയും ലെബനനെയും വേർതിരിക്കുന്ന ബഫർ സോണായ ബ്ലൂ ലൈനിന് കുറുകെ ഏകദേശം ഒരു വർഷത്തോളം നീണ്ടുനിന്ന സംഘർഷത്തിന് ശേഷമാണ് ലെബനനിലും പ്രദേശത്തും ഭയാനകമായ സംഭവ വികാസങ്ങളുണ്ടായതെന്ന് UN രാഷ്ട്രീയ സമാധാന നിർമ്മാണ കാര്യങ്ങളുടെ അണ്ടർ സെക്രട്ടറി ജനറൽ റോസ്മേരി വ്യക്തമാക്കി. ഈ സംഘർഷങ്ങൾ ശത്രുത അവസാനിപ്പിക്കുന്നതിന്റെ ആവർത്തിച്ചുള്ള ലംഘനമാണ്. ലെബനനിൽ നടന്ന ഭീകരാക്രമണത്തിലൂടെ ഇസ്രയേൽ അന്താരാഷ്ട്ര മാനുഷിക നിയമത്തിന്റെ അടിസ്ഥാന തത്വങ്ങൾ ലംഘിക്കുകയും വിവേചനരഹിതമായ സാധാരണക്കാരെ ലക്ഷ്യം വയ്ക്കുകയും ചെയ്തുവെന്ന് ലെബനൻ വിദേശകാര്യമന്ത്രി അബ്ദുള്ള ബൗ ഹബീബ് പറഞ്ഞു. ഇസ്രയേലിനെ ഒരു തെമ്മാടി രാഷ്ട്രമെന്ന് വിളിച്ച ലെബനൻ വിദേശകാര്യമന്ത്രി സമീപകാല ആക്രമണങ്ങളെ അപലപിക്കാനും പ്രമേയം നടപ്പിലാക്കാനും തങ്ങൾക്കൊപ്പം നിൽക്കാനും കൌൺസിലിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. യുദ്ധം ചെയ്യാതെ അവരുടെ ദൈനംദിന ജീവിതം നയിക്കുമ്പോൾ നിങ്ങൾ ഒരു ജനതയെ മുഴുവൻ ലക്ഷ്യമിടുന്നത് തീവ്രവാദമല്ലേ എന്നും അദ്ദേഹം ചോദിച്ചു. വിനാശകരമായ സമീപകാല ആക്രമണങ്ങൾ അന്താരാഷ്ട്ര നിയമത്തെയോ മാനവികതയെയോ പരിഗണിക്കാതെയാണ് നടന്നിരിക്കുന്നതെന്നും അറബ് ഗ്രൂപ്പിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് സംസാരിച്ച ഐക്യരാഷ്ട്രസഭയിലെ സിറിയയുടെ സ്ഥിരം പ്രതിനിധി കൗസെ അൽദാഹക് പറഞ്ഞു. ഈ സൈബർ ഭീകരതയും ഗാസയിലെ പലസ്തീൻ ജനതയ്ക്ക് എതിരായ ഇസ്രയേലിന്റെ ആക്രമണങ്ങളെയും സിറിയ ഉൾപ്പെടെയുള്ള മറ്റ് രാജ്യങ്ങൾക്ക് നേരെയുള്ള ആക്രമണങ്ങളെയും അപലപിക്കാൻ അറബ് ഗ്രൂപ്പ് സെക്യൂരിറ്റി കൌൺസിലിനോട് ആവശ്യപ്പെടുന്നതായും അദ്ദേഹം പറഞ്ഞു. ലബനൻ ജനതയ്ക്ക് എതിരായ ആക്രമണത്തെയും ഭീകരതയെയും സിറിയ അപലപിക്കുന്നതായും തന്റെ അൽദാഹയ്ക്ക് പറഞ്ഞു. ലബനൻ ജനതയ്ക്ക് എതിരായ ആക്രമണത്തെയും ഭീകരതയും അപലപിക്കുന്നതായും സിറിയ പറഞ്ഞു. സെപ്റ്റംബറിലെ സെക്യൂരിറ്റി കൌൺസിൽ പ്രസിഡന്റ് പദവി വഹിക്കുന്ന സ്ലൊവേനിയയിലെ സാമുവൽ സ്ബോഗർ മേഖലയിലെ സ്ഥിതി നിയന്ത്രണാതീതമാകുന്നതിന് മുൻപ് സുരക്ഷാ കൌൺസിലിനോട് നടപടിയെടുക്കാനും ആവശ്യപ്പെട്ടു. നയതന്ത്രമാണ് മുന്നോട്ടുള്ള ഏക പാതയെന്നും അദ്ദേഹം ഊന്നി പറഞ്ഞു. അതേസമയം ഐക്യരാഷ്ട്രസഭയിലെ ഇസ്രയേലിന്റെ സ്ഥിരം പ്രതിനിധി ഡാനി ഡാനൻ തന്റെ രാജ്യം യുദ്ധത്തിന് ശ്രമിച്ചിട്ടില്ല എന്ന് പറയുകയും ഒക്ടോബർ 8 തെക്കൻ ഇസ്രയേലി പൗരന്മാരെ ഹമാസ് ആക്രമിച്ചപ്പോൾ ഹിസ്ബുള്ള വടക്ക് സാധാരണക്കാർക്കെതിരെ 100 കണക്കിന് റോക്കറ്റുകൾ തൊടുത്തുവിട്ടിരുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കി. മാത്രമല്ല അതിനുശേഷം 8000-ലധികം റോക്കറ്റുകൾ ഇസ്രയേലിലേക്ക് അയച്ചിട്ടുണ്ടെന്നും 46 പേർ കൊല്ലപ്പെടുകയും 294 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. വടക്കൻ അതിർത്തികളിൽ സുരക്ഷ പുനഃസ്ഥാപിക്കുക, പലായനം ചെയ്ത തങ്ങളുടെ ആളുകളെ തിരികെ വീട്ടിലേക്ക് കൊണ്ടുവരിക എന്നിവയാണ് ഇസ്രയേലിന്റെ ലക്ഷ്യമെന്നും ഡാനർ കൂട്ടിച്ചേർത്തു. ബെയ്റൂട്ടിൽ കണ്ട മാരകമായ ആക്രമണം ഉൾപ്പെടെ വർദ്ധിച്ചു വരുന്ന സംഘർഷത്തിൽ തങ്ങൾ വളരെയധികം ആശങ്കാകുലരാണെന്നും UN സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസിന്റെ വക്താവ് സൈഫാൻ ഡുജാറിക് വ്യക്തമാക്കി. എല്ലാ കക്ഷികളോടും പരമാവധി സംയമനം പാലിക്കാനും ഉടൻ തന്നെ ശത്രുത അവസാനിപ്പിക്കാനും സെക്യൂരിറ്റി കൌൺസിൽ പ്രമേയം പൂർണ്ണമായി നടപ്പിലാക്കാനും അദ്ദേഹം അഭ്യർത്ഥിക്കുകയും ചെയ്തു. മേഖല ഒരു ദുരന്തത്തിന്റെ വക്കിലാണെന്ന് മുന്നറിയിപ്പ് നൽകിയ അദ്ദേഹം നയതന്ത്രപരമായ പരിഹാരം കണ്ടെത്തുന്നതിൽ എല്ലാ ശ്രമങ്ങളും ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്നും ഊന്നി പറയുകയുമുണ്ടായി. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.